പ്രിയ ദേശനിവാസികളെ, ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത പഞ്ചായത്തായിരിക്കുന്ന അയിരൂർ പഞ്ചായത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ നിഗളിയും അഹങ്കാരിയുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആർക്കും കീഴടങ്ങാത്തവനും ആരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തവനും എന്നാൽ തന്നെ മഹാ കഷ്ടത്തിൽ കൂടെ കടന്നു വന്നവനുമായിരുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ഉന്നതഭാവവും നഗളഹൃദയവും അഹങ്കാരവും അവന്റെ പാപ സ്വഭാവങ്ങളും അവനെ അവസാനം ഒരു തുണ്ട് കയറില് അവന്റെ ജീവിതം ഒടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അവൻ എന്താണ്? അവന്റെ ഭയങ്കരമായിരിക്കുന്ന ദുസ്സഹമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ഹൃദയവേദനയുടെ അവസാനം ഒരു ദിവസം ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല. കാരണം എന്താണ്? ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം ദുസ്സഹമാക്കി തീർത്തതാണ്. കുടുംബ തകർച്ചകള്, കടബാധ്യതകള്, പാപങ്ങളെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയുടെ അനുഭവങ്ങള്, ഇതെല്ലാം ചേർന്ന് അവരൊരു വിഭ്രാന്തിയുടെ അനുഭവത്തിൽ കൊണ്ടുവരികയും നമ്മളെ പാതാളത്തിലേക്കും നരകത്തിലേക്കും തള്ളിക്കളയുന്ന, നമ്മളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുവാന് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആ സാത്താന്റെ ഇംഗിതത്തിന് അവൻ വഴങ്ങി ഒരു രാത്രികാലം, അല്ലെങ്കിൽ 2002 ഡിസംബർ ലാസ്റ്റ് ആ 27-ാം തീയതി അവൻ തീരുമാനമെടുത്തു ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്യാമെന്ന്. അപ്പോഴാണ് ഒരു സുവിശേഷകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അവന്റെ കഠിനമായിരിക്കുന്ന വേദനയുടെ അനുഭവത്തില് അവൻ ആശ്വസിപ്പാൻ ലോകത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയില് അവനൊരു സാഹിത്യകാരനായിരുന്നു, അവനൊരു കവിയായിരുന്നു, അവനൊരു തത്വജ്ഞാനിയുമായിരുന്നു. ഉന്നതമായിരിക്കുന്ന ഭാവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവന്റെ തത്വജ്ഞാനത്തിനോ സാഹിത്യത്തിനോ പിന്നെയോ വളരെ അധികമായിരിക്കുന്ന കൂട്ടുകെട്ടുകൾ അവനുണ്ടായിരുന്നു. MLA-മാർ അവന് കൂട്ടുകാരുണ്ടായിരുന്നു, യാചകന്മാര്, പിന്നെ അങ്ങനെയുള്ള നിരവധിയായിരിക്കുന്ന ഓഫീസേഴ്സ്, സാധാരണക്കാരൊക്കെ അവന്റെ സ്നേഹിതന്മാരായിരുന്നു. എന്നാൽ ലോകത്തിൽ ആർക്കും അവന്റെ ഹൃദയത്തെ ആശ്വസിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ പോലും അവൻ മരിക്കുന്ന ആ അനുഭവത്തിന്റെ അവന്റെ വിചാരങ്ങളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതുമില്ല. എന്നാൽ രാത്രികാലം തന്റെ ജീവിതത്തെ അവസാനിപ്പിക്കണമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുമ്പോഴേ ഇതാ ഒരു ഉപദേശി അവന്റെ വീട്ടിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് കേൾക്കണമേ. ഈ തെരുവോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും കടത്തിണ്ണുകളിലും ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഉപദേശിമാര് നിങ്ങളുടെ മുമ്പിൽ പരിഹാസ വിഷയമാണ്. എന്റെ മുമ്പിലും ഉപദേശിമാര് പരിഹാസ വിഷയമായിരുന്നു. കാരണം ആ മനുഷ്യന്റെ മുമ്പിലും ആ ഉപദേശിമാര് പരിഹാസ വിഷയമായിരുന്നു. അങ്ങനെ ഉപദേശിമാരെ പരിഹസിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിപ്പാൻ കഴിയുന്ന, നമ്മളെ ആശ്വസിപ്പാൻ കഴിയുന്ന ഉപദേശിമാരുടെ വായിലെ വചനം കേൾപ്പാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നുവെങ്കിലും ആ ക്രിട്ടിക്കൽ സ്റ്റേജില്, ആ മരണത്തിന് അല്പം മുമ്പ് ഒരു ഉപദേശിയെ ദൈവം അവന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ആ ഉപദേശി ചെന്നിട്ട് ഈ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച മനുഷ്യനോട് ചോദിച്ചു, എടാ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കപ്പെടുകയും നിന്റെ മുഖമാണല്ലോ തെളിഞ്ഞു വരുന്നത്, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതിയെന്ന് ആയിട്ടില്ലയോ എന്ന് ചോദിപ്പാനിടയായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യുവാൻ മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യന് ഈ ഉപദേശിയോട് പറഞ്ഞു, അതെ, ഞാൻ മരിപ്പാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ഭാര്യയ്ക്ക് എന്റെ വേദന അറിയത്തില്ല, എന്റെ കുഞ്ഞിന് അറിയത്തില്ല, MLA-മാർ തൊട്ട് അല്ലെങ്കിൽ യാചകന്മാർ തൊട്ട് MLA വരെയുള്ള എന്റെ സ്നേഹിതന്മാർക്കും എന്റെ വേദന അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കടന്നു വന്ന ഉപദേശി അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ആവട്ടെ പറഞ്ഞുകൊള്ളാൻ പറഞ്ഞു. ആ ഉപദേശി അവനോട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഉപദേശി പറഞ്ഞ ഈ വചനത്തില് ആ അഹങ്കാരിയും നഗളിയും ഉന്നത ഭാവമുള്ളവനും സാഹിത്യത്തിലും തത്വജ്ഞാനത്തിലും ഹൃദയം നിറച്ചിരുന്നവരുമായിരിക്കുന്ന ഈ മനുഷ്യന് മാനസാന്തരമുണ്ടായി. ആ മനുഷ്യന് സമാധാനം കൊണ്ട് തന്റെ ഹൃദയം നിറഞ്ഞു. ആ മനുഷ്യന്റെ ആത്മഹത്യാ ചിന്തകൾ മാഞ്ഞുപോയി. അദ്ദേഹം സമാധാനവും സന്തോഷമുള്ളവനായിട്ട് ഇങ്ങനെ ആർത്തു പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ, എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താൽ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ, എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താൽ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ.